വെൽക്കം ടു എയിം ടേൽസ്. ഇന്ന് നമ്മൾ വേറൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡെസേർട്ട് ആണ്, ബനാന ഫ്ലാംബേ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇതിനായിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. അത് എന്നിട്ട് തൊലി കളഞ്ഞ് നല്ല നീളത്തിൽ കട്ട് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല, എന്നാലും ഡെസേർട്ട് ആകുമ്പോൾ സെർവ് ചെയ്യാൻ ഭംഗിക്കാണ് നീളത്തിൽ കട്ട് ചെയ്യുന്നത്. സോ നമ്മളിവിടെ പാൻ ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാല് പാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സാധാ വീട്ടിലൊക്കെ പഴം വാട്ടുന്ന പോലെ പഴം വാട്ടിയെടുക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെയ്യ് നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ഓഫ് നെയ്യാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നെയ്യ് ആഡ് ചെയ്ത് ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് മുറിച്ച് വെച്ച് പഴം ആഡ് ചെയ്യുക. എന്നിട്ട് പഴം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം വാട്ടിയെടുക്കുക. ഓവർ കുക്കാവാതെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ മതി. പഴം വാടുന്ന സമയത്ത് നമുക്ക് ഒരു പണിയും കൂടി ചെയ്യാനുണ്ട്. അതാണ് നമ്മുടെ സെക്കൻഡ് സെഷൻ. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. യൂഷ്വലി ബ്രൗൺ ഷുഗർ ആണ് ഇതിന് യൂസ് ചെയ്യുക, പക്ഷെ നമ്മളിവിടെ ബ്രൗൺ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് നോർമൽ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്. ബ്രൗൺ ഷുഗർ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇതിലൊരു കുറച്ചുകൂടി ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് വരാ ഇത് ഡെസേർട്ട് റെഡി ആക്കുമ്പോൾ. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും ബ്രൗൺ ഷുഗർ യൂസ് ചെയ്ത് കഴിഞ്ഞാല്. എന്നാലും കുഴപ്പമില്ല, നമുക്കിവിടെ ഷുഗർ യൂസ് ചെയ്ത് ഉണ്ടാക്കാം. നമ്മുടെ പഴം ഇവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം. പിന്നെ വേറൊരു പാനിൽ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു വേണ്ട, ഒരു 2.5 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ മതി. അത് നല്ലോണം കാരമലൈസ് ചെയ്യാം, നല്ലോണം ഇളക്കി കൊടുക്കുക. അടി പിടിക്കരുത്, കരുകാൻ എപ്പോഴും അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. സോ നല്ലോണം ഇളക്കി കൊടുക്കാം. അതൊന്ന് കാരമലൈസ് ചെയ്ത് കഴിഞ്ഞ പാടെ നമുക്ക് ഇതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്തത്. ഞാൻ സ്റ്റൗന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വാട്ടി വെച്ചിരിക്കുന്ന പഴത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പെട്ടെന്ന് മിക്സ് ചെയ്യണം. തീ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഷുഗർ മെൽറ്റ് ചെയ്തുകൊണ്ട് ഓൾവേസ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ നല്ല ലോ ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തേങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കോക്കനട്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി, ഓവർ വേണ്ട. ജസ്റ്റ് ഒരു കോക്കനട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അത് ആ കോക്കനട്ടും കാരമലൈസ്ഡ് ഷുഗറും എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഈ ഒരു ടൈമിൽ കുറച്ച് സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്യാനുണ്ട്. ആക്ച്വലി ഇതിന്റെ പേര് ഫ്ലാംബേ എന്ന് വരാൻ കാരണം ഈ ഒരു പോയിന്റ് ആകുമ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലോണം വെന്ത് ഈ കാരമലൈസ്ഡ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ആൽക്കഹോൾ ഒഴിക്കും. ആൽക്കഹോൾ ഒഴിച്ചിട്ട് ഇത് കത്തിക്കും, ഇവിടെ വെച്ചിട്ട് കത്തിക്കും. അപ്പൊ ഇവിടെ നിന്ന് നല്ല ഫ്ലെയിം വരും. അങ്ങനെയാണ് ഇതിന് ഫ്ലാംബേ എന്നുള്ള പേര് വന്നത്. പക്ഷെ നമ്മളിവിടെ ആൽക്കഹോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല, വേണ്ടിയവർക്ക് ആഡ് ചെയ്യാം. നോൺ ആൽക്കഹോളിക് ഫ്ലാംബ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ആ കാരമൽ പഴത്തിലും തേങ്ങയിലൊക്കെ നല്ലോണം പിടിച്ച് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ളത് ഇതിനെ പ്ലേറ്റ് ചെയ്യാന്നുള്ളതാണ്. സെർവ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതെങ്ങനെ പ്ലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മുടെ ഈ മിക്സ്ചർ മൊത്തം ഒരു പ്ലേറ്റിലോട്ട് വെച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കുറച്ച് ഐസ്ക്രീം, ഒരു സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. ഇത് ചൂടോട് സെർവ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമും കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. നമ്മുടെ ഫൈനൽ ഫ്ലാംബേ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ? ഐസ്ക്രീമും കൂട്ടിയെടുക്കണേ. സോ ഇതാണ് നമ്മുടെ ബനാന ഫ്ലാംബേ വിത്തൗട്ട് ആൽക്കഹോൾ. ശരിക്കും ഫ്ലാംബേ ആയിട്ടില്ല, മറ്റേ ഒരു ആൽക്കഹോൾ ചേർക്കുമ്പോഴാണ് പക്ക ഫ്ലാംബേ ആണ്. എന്നാലും ഇത് ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഭയങ്കര യുണീക് ഫ്ലേവർ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം, ഒരു റിച്ച് ഫ്ലേവർ ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. സോ പ്ലീസ് ഡു ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.